വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മൂന്നാം നാൾ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പട്ടിക ഗവർണർക്ക് കൈമാറി. ഒ.ജെ. ജനീഷിന് യുവജനക്ഷേമം, സ്പോർട്സ്, രജിസ്ട്രേഷൻ, മൃഗശാല, മ്യൂസിയം എന്നീ വകുപ്പുകൾ. കുന്നുകുളം കസ്റ്റഡി മർദ്ദന കേസിൽ അന്വേഷണം മുന്നോട്ടു പോകുന്നില്ലെന്ന് മർദ്ദനമേറ്റ സുജിത്ത്. LDF സർക്കാരിന്റെ കാലത്ത് നടന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും മുഖ്യമന്ത്രിയെയും ആഭ്യന്തര മന്ത്രിയെയും കാണുമെന്നും സുജിത്ത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി നൽകിയ വാഗ്ദാനം പാലിച്ചുകൊണ്ട് വാർഡ് മെമ്പറുടെ വിനോദയാത്ര. കയ്പമംഗലം പഞ്ചായത്തിലെ വാർഡംഗം ഷാഹിറാണ് തൊഴിലാളികൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മൂന്നാം നാൾ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പട്ടിക ഗവർണർക്ക് കൈമാറി. റോണി എം. ജോർജിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും എം. ലിജുവിന് എക്സൈസിനൊപ്പം സഹകരണ വകുപ്പും ലഭിച്ചു. ഒ.ജെ. ജനീഷിന് യുവജനക്ഷേമം, സ്പോർട്സ്, രജിസ്ട്രേഷൻ, മൃഗശാല, മ്യൂസിയം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. സംസ്ഥാനത്ത് പുതിയതായി അധികാരമേൽക്കുന്ന വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെയാണ് പൊതുഭരണം, ധനം, നിയമം, തുറമുഖം തുടങ്ങിയ നിർണായക വകുപ്പുകൾ കൈകാര്യം ചെയ്യുക. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ആഭ്യന്തര വകുപ്പും വിജിലൻസും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയ്ക്ക് ശേഷം UDF നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ അധികാരത്തിലെത്തുമ്പോൾ ഘടക കക്ഷികൾക്കും ശക്തമായ പ്രാധാന്യമാണ് വകുപ്പ് വിഭജനത്തിൽ നൽകിയിരിക്കുന്നത്. മറ്റ് പ്രമുഖ കോൺഗ്രസ് നേതാക്കളിൽ കെ. മുരളീധരന് ആരോഗ്യവും ദേവസ്വവും, AP അനിൽകുമാറിന് റവന്യൂ വകുപ്പും ലഭിച്ചു. യുവ നേതാക്കളായ PC വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരിക വകുപ്പുകളും, റോജി എം. ജോണിന് ഉന്നത വിദ്യാഭ്യാസവും എം. ലിജുവിന് എക്സൈസ്, സഹകരണ വകുപ്പുകളുമാണ് നൽകിയിരിക്കുന്നത്. വൈദ്യുതി, പരിസ്ഥിതി വകുപ്പുകളുടെ ചുമതല സണ്ണി ജോസഫിനും കൃഷി വകുപ്പ് T. സിദ്ദിഖിന് നൽകാൻ തീരുമാനമായി. വനിതാ പ്രതിനിധികളായ ബിന്ദു കൃഷ്ണ വനിതാ ശിശുക്ഷേമം, തൊഴിൽ വകുപ്പുകളും KA. തുളസി പിന്നോക്കക്ഷേമ വകുപ്പും കൈകാര്യം ചെയ്യും. യുവജനക്ഷേമം, സ്പോർട്സ്, രജിസ്ട്രേഷൻ, മൃഗശാല, മ്യൂസിയം എന്നിവയാണ് ഒ.ജെ. ജനീഷിന്റെ വകുപ്പുകൾ. പ്രധാന ഘടക കക്ഷിയായ മുസ്ലിം ലീഗിന് ശക്തമായ വകുപ്പുകളാണ് ലഭിച്ചിട്ടുള്ളത്. പാർട്ടി നേതാവ് PK കുഞ്ഞാലിക്കുട്ടിക്ക് വ്യവസായം, IT വകുപ്പുകളുടെ ചുമതല ഉണ്ടാകും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് KM ഷാജിക്കും, പൊതുവിദ്യാഭ്യാസം N. ഷംസുദ്ദീനും, പൊതുമരാമത്ത് PK ബഷീറിന് ലഭിച്ചപ്പോൾ ഫിഷറീസ് വകുപ്പിന്റെ ചുമതല VA. അബ്ദുൽ ഗഫൂറിനാണ്. മറ്റ് ഘടകകക്ഷി നേതാക്കളായ മോൻസ് ജോസഫ് ജലസേചനവും, അനൂപ് ജേക്കബിന് ഭക്ഷ്യം, സിവിൽ സപ്ലൈസും, ഷിബു ബേബി ജോണിന് വനം വകുപ്പും, CP ജോണിന് ഗതാഗതവും പുതിയ മന്ത്രിസഭയിലെ പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. കുന്നുകുളം കസ്റ്റഡി മർദ്ദന കേസിൽ അന്വേഷണം മുന്നോട്ടു പോകുന്നില്ലെന്ന് മർദ്ദനമേറ്റ സുജിത്ത്. LDF സർക്കാരിന്റെ കാലത്ത് നടന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കാണുമെന്നും സുജിത്ത് പറഞ്ഞു. ഉത്തരമേഖല IG-ക്കാണ് അന്വേഷണ ചുമതല. എന്നാൽ അന്വേഷണം എവിടെ വരെയായി എന്നറിയില്ലെന്നും സുജിത്ത് പറഞ്ഞു. അന്വേഷണം ഉത്തരമേഖല IG-ക്കാണ് അന്വേഷണ ചുമതല ഉണ്ടായിരുന്നത്. അപ്പോൾ അന്വേഷണത്തിന് ഫയലിവിടെ എത്തിയിട്ടില്ല എന്നാണ് ആളുകൾ പറയുന്നുണ്ടായത്. ഇത്രയും വലിയൊരു കാര്യം നമുക്ക് ഒരു പോസിറ്റീവായിട്ട് നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അടുത്ത ആഴ്ച അപ്പോൾ ഞങ്ങൾ ആഭ്യന്തര മന്ത്രിയും M. സാറിനെയും അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി നൽകിയ വാഗ്ദാനം പാലിച്ചുകൊണ്ട് വാർഡ് മെമ്പറുടെ വിനോദയാത്ര. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ വാർഡംഗം ഷാഹിറാണ് തൊഴിലാളികൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചത്. എറണാകുളത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കായിരുന്നു യാത്ര. പുതിയ അനുഭവത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ സന്തോഷം രേഖപ്പെടുത്തി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 22-ാം വാർഡ് മെമ്പർ ഷാഹിർ പഴുപ്പറമ്പിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനം പാലിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത തൊഴിലാളികളോട് ഷാഹിർ വിജയിച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അവസരമൊരുക്കുമെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ പ്രഖ്യാപിച്ചിരുന്നു. ആ വാഗ്ദാനമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത്. യാത്ര കൊച്ചി ഹിൽ പാലസ് തുടർന്ന് മറൈൻ ഡ്രൈവിൽ നിന്നും ആരംഭിച്ച 1 മണിക്കൂർ ദൈർഘ്യമുള്ള ബോട്ട് യാത്ര തൊഴിലാളികൾക്ക് വേറിട്ട അനുഭവമായി. ബോട്ട് യാത്രക്കിടയിൽ കൊച്ചിയിലെ കണ്ടൽ വനങ്ങൾ, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, ബോൾഗാട്ടി പാലസ്, ഫോർട്ട് കൊച്ചി, ചെറായി ബീച്ച് എന്നിവയുൾപ്പെടെയുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. ദൈനംദിന ജോലിഭാരങ്ങളിൽ നിന്ന് ചെറിയൊരു വിശ്രമവും പുതുമയാർന്ന അനുഭവവും ലഭിച്ചതിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സന്തോഷം രേഖപ്പെടുത്തി. വാർഡ് മെമ്പർ ഷാഹിർ പഴുപ്പറമ്പിലും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷും യാത്രയ്ക്ക് നേതൃത്വം നൽകി.
മീഡിയ ടൈം, കയ്പമംഗലം. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് നവദിശ എന്ന പേരിൽ മാളയിൽ ആരംഭിച്ചു. സംഘടനാ സംവിധാനത്തിന് ചടുലത കൈവരിക്കുക, ഭാരവാഹികളിലെ നേതൃത്വ പാഠവും കലോചിതമായി ശാക്തീകരിക്കുക, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ പ്രവണതകൾ തിരിച്ചറിയുക എന്നീ വിഷയങ്ങളാണ് ക്യാമ്പിൽ ചർച്ച ചെയ്യുന്നത്. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വലിയ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയെ പൂവണിയിക്കുന്ന രീതിയിലാണ് നമ്മുടെ ബഹുമാനനായ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് അത് ജനങ്ങൾക്ക് കൊടുക്കുന്ന വലിയൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷയെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഭരണത്തിലിരിക്കുന്നവരുടെ മാത്രമല്ല, നമ്മളിൽ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമായി മാറും. അപ്പം ഇതൊരു ടീം UDF എന്ന് പറഞ്ഞ് അത് ആ മന്ത്രിമാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരോ MLA-മാരോ മാത്രമല്ല, നമ്മളെപ്പോലെയുള്ള ഓരോരുത്തരും കൂടിച്ചേരുമ്പോഴാണ് ഈ ടീം UDF ആയി മാറുന്നത്. അത്തരത്തിലുള്ളൊരു കൂട്ടായിട്ടുള്ള പ്രവർത്തനം, ആ ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിൻ്റെ ഒരു പ്രവർത്തനം കഴിഞ്ഞ 10 കൊല്ലമായി നമുക്ക് ചെയ്യാൻ സാധിച്ചത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ തിരിച്ചു വരാൻ സാധിച്ചത്. ഒരുപാട് പ്രതിബന്ധങ്ങളെ നമുക്ക് നേരിടേണ്ടി. KPSTA ജില്ലാ പ്രസിഡന്റ് CJ ദാമു അധ്യക്ഷനായ ചടങ്ങിൽ PK അരവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. സോയി കോലഞ്ചേരി, സാജു ജോർജ്, KV മനോജ് കുമാർ, റൈജു പോൾ, KJ ജോബി, ജയപ്രകാശ് പാറപ്പുറത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാണിയങ്കാവ് ജംഗ്ഷനിൽ ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തി. CN പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. TS ഷാജു, രഹന ഉണ്ണികൃഷ്ണൻ, PC ബാബു, ജോപി മങ്കിടിയാൻ, സിനി റഹീം, സിജിത അനീഷ്, ഗിരിജ രാധാകൃഷ്ണൻ, ജസീന ബദറുദ്ദീൻ, KR അനീഷ്, സുമ ഉണ്ണികൃഷ്ണൻ, ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീ ഗുരുകൃപ കൊടുങ്ങല്ലൂരിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ പഠനോപകരണങ്ങൾ വിതരണം നടന്നു. പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ ഹംസ കൊണ്ടാമ്പുള്ളി പുസ്തക വിതരണോദ്ഘാടനം നടത്തി. സത്യശീലൻ പോളക്കുളത്ത് അധ്യക്ഷത വഹിച്ചു. ഉസ്മാൻ കൊടുങ്ങല്ലൂർ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നടത്തി. കൗൺസിലർമാരായ പ്രദീപ്, ധന്യ, ഷൈൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന വായനാ കളരിയുടെ ഭാഗമായി കണ്ണംപുള്ളിപ്പുറം ശ്രീനാരായണ വായനശാല മധുരം മലയാളം എന്ന പേരിൽ മാതൃഭാഷ പഠന പരിപാടി സംഘടിപ്പിച്ചു. അധ്യാപകരായ അഭയ KS, മഞ്ജുഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. MK പ്രജീവ് കുമാർ ആമുഖം അവതരിപ്പിച്ചു. MM പ്രതാപൻ, TN അജയകുമാർ, സിന്ധു ഹേമലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ആളൂർ താളൂപ്പാടം അംഗൻവാടിയിൽ നിന്നും വിരമിക്കുന്ന ലിസി ടീച്ചർക്ക് ഊഷ്മളമായ യാത്രയയപ്പ് നൽകി താളൂപ്പാടം നിവാസികൾ. യാത്രയയപ്പ് യോഗത്തിന് വാർഡ് മെമ്പർ നൂർജഹാൻ നവാസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് മെമ്പർ സവിത ജനൻ മുഖ്യാതിഥിയായി. 6ാം വാർഡ് മെമ്പർ ലിൻഡോ പള്ളിപ്പറമ്പൻ, മുൻ മെമ്പർ ലൈല ബഷീർ, ബിന്ദു, അംഗൻവാടി ഹെൽപ്പർ പ്രിയ രാധാകൃഷ്ണൻ, മഞ്ജു ജസ്റ്റിൻ, ഗ്രേസി വർഗീസ്, ബേബി കണ്ണമ്പടത്തി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ബോൾനത്താലിയുടെ ഭാഗമായി മുക്കാട്ടുകരയിൽ പണിതീർത്ത ഭവനത്തിന്റെ താക്കോൽദാന കർമ്മം ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിച്ചു. മുക്കാട്ടുകര ഇടവക വികാരി ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ, ഫൈനാൻസ് കമ്മിറ്റി ചെയർമാൻ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, ജനറൽ കൺവീനർ ജോർജ് ചിറമേൽ, ചീഫ് കോർഡിനേറ്റർ ജോജു മഞ്ഞില, പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, വൈദികർ, മുക്കാട്ടുകര ഇടവക കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടിയിൽ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നൊരുക്കമായി സ്കൂൾ കോമ്പൗണ്ടുകൾ ശുചീകരിച്ചു. ചാലക്കുടി ഗവൺമെന്റ് ITIയിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് TTI, BTS ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ ശുചീകരണം നടത്തിയത്. മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി ഉദ്ഘാടനം ചെയ്തു. BTS പ്രിൻസിപ്പൽ സ്മിത അധ്യക്ഷയായി. നഗരസഭ ഹെൽത്ത് സൂപ്രണ്ട് ജോൺ ദേവസ്യ, PTA പ്രസിഡന്റ് NL ജസ്റ്റിൻ, ITI ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ സോമദാസ്, പ്രോഗ്രാം ഓഫീസർ KK അയ്യപ്പൻ, സീനിയർ ഇൻസ്ട്രക്ടർ സഞ്ജയ്, NG സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. 50ഓളം വരുന്ന NSS വോളണ്ടിയർമാരാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ചാലക്കുടി മേഖലയിലെ അംഗങ്ങളുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ചാലക്കുടി ഹിൽവേ പാലസ് ഹോട്ടൽ ഹാളിൽ നടത്തിയ വിതരണം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ജോഷി ഇമ്മട്ടി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഹൈദ്രൂസ്, തൃശൂർ ജില്ലാ സെക്രട്ടറി സുഗിൽദാസ് TR,
ട്രഷറർ സുരേഷ് ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗം സാബു തൃപ്രയാർ, സംസ്ഥാന കൗൺസിൽ അംഗം ആഷിഖ് കുന്നുംകുളം, സച്ചിൻ ജോസഫ്, വിനോദ് PR, ജിജു റപ്പായി, മേഖലാ ട്രഷറർ രജിൻ രാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു. നാഷണൽ ഹെൽത്ത് ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് മധ്യമേഖല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാഴ്ച പരിമിതരായവരുടെ കുട്ടികൾക്കായി ചാലക്കുടി നഗരസഭയും മധ്യമേഖല കമ്മിറ്റിയും ചേർന്ന് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭ ചെയർപേഴ്സൺ ആലി ഷിബു പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VG അംബുജാക്ഷൻ നായർ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി എക്സൈസ് അസിസ്റ്റന്റ് ഓഫീസർ KK രാജു ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷ ഷിഫ സന്തോഷ്, കൗൺസിലർമാരായ മോഹനൻ വൈമേലി, രാജേഷ്, മധ്യമേഖല സെക്രട്ടറി ഷാജു K തോമസ്, നിർമ്മൽ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. VD സതീശന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 3-ാം നാൾ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പട്ടിക ഗവർണർക്ക് കൈമാറി. OJ ജനീഷിന് യുവജനക്ഷേമം, സ്പോർട്സ്, രജിസ്ട്രേഷൻ, മൃഗശാല, മ്യൂസിയം എന്നീ വകുപ്പുകൾ. കുന്നുകുളം കസ്റ്റഡി മർദ്ദന കേസിൽ അന്വേഷണം മുന്നോട്ടു പോകുന്നില്ലെന്ന് മർദ്ദനമേറ്റ സുജിത്ത്. LDF സർക്കാരിന്റെ കാലത്ത് നടന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും മുഖ്യമന്ത്രിയെയും ആഭ്യന്തര മന്ത്രിയെയും കാണുമെന്നും സുജിത്ത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി നൽകിയ വാഗ്ദാനം പാലിച്ചുകൊണ്ട് വാർഡ് മെമ്പറുടെ വിനോദയാത്ര. കയ്പമംഗലം പഞ്ചായത്തിലെ വാർഡംഗം ഷാഹിറാണ് തൊഴിലാളികൾക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.